പ്രജകൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഭരണം രാജാവ് കാഴ്ചവെച്ച രാജാവിനെ പരാജയപ്പെടുത്താൻ പ്രജകൾക്ക് സാധിക്കും. ഉത്തര മലബാറുകാരുടെ വിശ്വാസത്തിന്റെ മൂർത്തിഭാവമായ മുത്തപ്പൻ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി KN ബാലഗോപാലിനോട് സംസാരിക്കുന്ന ഒരു ദൃശ്യം, അല്ലെങ്കിൽ അദ്ദേഹത്തോട് പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അതിൽ അദ്ദേഹം പ്രധാനമായും പറയുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, രാജാവ് കാഴ്ചവെക്കുന്ന ഭരണം പ്രജകൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ പ്രജകൾ എപ്പോഴും കൂടെ ഉണ്ടാകും എന്നുള്ളത്. അതിനേക്കാൾ പ്രധാനമായ മറ്റൊരു കാര്യം, എന്ത് ചെയ്യുമ്പോഴും അതിൽ സത്യം ഉണ്ടാകണമെന്ന്. അതിനുശേഷം അദ്ദേഹം സത്യമേവ ജയതേ എന്ന് പറയുമ്പോൾ കൂടെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും അതിനെ കൂടെ ചേർന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ധനകാര്യമന്ത്രി മാത്രം അത് കേട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഓടിപ്പോകാൻ സാധിച്ചെങ്കിൽ അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോകാമായിരുന്നു എന്നുള്ള മുഖഭാവത്തോടു കൂടിയാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് എന്ന് തോന്നിപ്പോകും അത് കണ്ടു കഴിഞ്ഞാൽ. നമുക്ക് മറ്റുള്ള ആരാധനാലയങ്ങൾ, ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ അല്ലെങ്കിൽ മോസ്കുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ പോയാൽ അവിടെ ഇരിക്കുന്ന ബിംബങ്ങളോട്, ഈശ്വര സങ്കല്പത്തിനോട് പ്രാർത്ഥിച്ചാൽ മതി. അവിടെ നിന്ന് തിരിച്ചു പറയുന്ന ഒന്നും നമ്മൾ കേൾക്കണ്ട. പുള്ളി കർമ്മമായിട്ടാണ് കൊടുക്കുക. പക്ഷെ ശബരിമലയിൽ മോട്ടിച്ചുകൊണ്ട് പോയപ്പോഴും അയ്യപ്പനൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ അയ്യപ്പൻ അത് കാത്തു വെച്ചിരുന്ന സമയത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഉത്തര മലബാറിൻ്റെ വിശ്വാസങ്ങളുടെ മൂർത്തിഭാവം എന്ന് വിളിക്കുന്ന മുത്തപ്പന്മാർ, ഈ മുത്തപ്പനാണ് കണ്ണൂരിൻ്റെ, കാസർഗോഡിൻ്റെ ഒക്കെ തെയ്യക്കോലങ്ങളുടെ കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ്. അവർ മനുഷ്യരാണ്. എന്നാൽ ദൈവക്കോലം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ മനുഷ്യരല്ല, അവർ ദൈവങ്ങളാണ്. അവർക്ക് മുന്നിലേക്ക് തൊഴുകൈകളോടെ കടന്നു ചെന്നാൽ ഓരോ മനുഷ്യനോടും അവർ സംസാരിക്കും. അവിടെ മനുഷ്യനും ദൈവവും തമ്മിൽ ഒന്നാകുന്ന ഒരു വലിയ സങ്കല്പമാണ് മുത്തപ്പൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇപ്പോൾ പറശ്ശിനിക്കടവ് മുത്തപ്പനാണ് നമുക്ക് ഈ തെക്കൻ കേരളത്തിലുള്ള ആളുകൾക്കൊക്കെ ഫേമസ് ആയിട്ടുള്ളതെങ്കിൽ ഒരുപാട് മുത്തപ്പൻ കോലം കെട്ടിയാടുന്ന ഒരുപാട് കലാകാരന്മാരെ നമുക്കറിയാം. ഈ അടുത്ത സമയത്ത് കൊട്ടാരക്കരയിലൊരു മുത്തപ്പൻ കോലം കെട്ടിയിരുന്നു. അന്ന് അദ്ദേഹം സതീഷ് ചേട്ടൻ വിളിച്ചിരുന്നു. എനിക്ക് പോകാൻ പറ്റില്ല, പോകണമെന്ന് വിചാരിച്ചാണ്. ഇത് എവിടെ വെച്ചാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഈ അഭിനവ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ തലതൊട്ടപ്പനായ EMS കഴിഞ്ഞ ദിവസം ഒരാളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, EMSന് പണിയാൻ ഈ CPM-മാരെ മൊത്തം കൊന്നൊടുക്കിയത് CPM-മാർ തന്നെയാണ്. എന്നാൽ ഇവർക്ക് പണിയാൻ പറ്റാതെ പോയത് EMS-നെ മാത്രമാണ്. കാരണം EMS വേദം പഠിച്ച ആളാണ്, വേദം പഠിച്ച ആൾക്ക് കുതന്ത്രങ്ങൾ അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കാർക്കും ഈശ്വര വിശ്വാസം ഇല്ലെന്നാണ് പുറമേ പറയുക. എന്നാൽ ഇവരുടെയൊക്കെ ഭാര്യമാരും വീട്ടുകാരും ഒക്കെ ഇവർക്ക് വേണ്ടി വലിയ വഴിപാടുകളും ക്ഷേത്രാരാധനയും ഒക്കെ നടത്തുന്നുണ്ട്. മുത്തപ്പൻ്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനും ദൈവവും ഒന്നാകുന്ന ഒരു വലിയ ഈശ്വര സങ്കല്പമാണ്. മുത്തപ്പൻ മുഖത്ത് നോക്കി ആരോടായാലും കാര്യങ്ങൾ പറയും. ഏതോ ഒരു മലയാള സിനിമയിലൊരു സീനുണ്ട്. മുത്തപ്പൻ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തൊട്ടപ്പുറത്ത് മതിലിനപ്പുറത്തേക്ക് തട്ടമിട്ട ഒരു മുസ്ലിം സഹോദരി ഇത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മുത്തപ്പൻ ഇവരെല്ലാം അനുഗ്രഹിച്ചിട്ട് അങ്ങോട്ടേക്ക് ചോദിച്ചു, നീ എന്താ മോളെ മാറി നിൽക്കുന്നത്? മുത്തപ്പന് ജാതിയോ മതമോ ഒന്നുമില്ല. ഒരു വർഗീയ കലാപത്തിൻ്റെ ഇടയിലാണ് മുത്തപ്പൻ എന്ന് പറയുന്നത്. എനിക്ക് നിങ്ങൾ മനുഷ്യക്കുഞ്ഞുങ്ങൾ എല്ലാവരും വന്നല്ലേ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ തലയിൽ തട്ടമിട്ട മുസ്ലിം സഹോദരിയെ അനുഗ്രഹിക്കുന്ന ഒരു സീനുണ്ട് ഒരു സിനിമയിൽ. ഭയങ്കരമായ രോമാഞ്ചം ഉണ്ടായിട്ടുള്ള, അത് കണ്ടുകൊണ്ട് തീർന്നിരുന്നപ്പോൾ രോമാഞ്ചം ഉണ്ടായിട്ടുള്ള കയ്യടി നേടിയിട്ടുള്ളൊരു സീനാണ്. KN ബാലഗോപാലിന് വിശ്വാസമില്ലാന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ എല്ലാ ദിവസവും രാവിലെ പുള്ളിയുടെ പേരിൽ കൊട്ടാരക്കര ഗണപതീശത്തിൽ എന്തെങ്കിലും പൂജ നടക്കുന്നുണ്ടോ എന്നൊന്ന് രഹസ്യമായി തിരക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. വിശ്വാസിയൊക്കെ തന്നെയാണ്. പക്ഷേ പിണറായി സർക്കാരിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ധനമന്ത്രി എന്ന നിലയിൽ, പിണറായി വിജയൻ്റെ ഏറ്റവും അടുപ്പക്കാരൻ എന്ന നിലയിൽ മുത്തപ്പൻ്റെ മുന്നിൽ പോയി തൊഴുത് നിന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യത, അല്ലെങ്കിൽ രാജാവിൻ്റെ കോപത്തിന് പാത്രീഭൂതനാകേണ്ടുന്ന സാഹചര്യമുണ്ട്. എവിടെയോ ചെന്ന് പെട്ടുപോയതാണ്. പെട്ടപ്പോൾ അവിടെ മുത്തപ്പൻ നിൽക്കുന്നു. ഇലക്ഷനൊക്കെ അല്ലേ എടുത്ത് നിൽക്കുന്നത്. മുത്തപ്പനെ നിഷേധിച്ച് പോയാൽ ഉറപ്പായിട്ടും മറ്റേ കൊട്ടാരക്കരയിലെ കയ്യിൽ ചരടും നെറ്റിയിൽ കുറിയും തൊട്ട BJP-കാരുണ്ട്. വളരെ സജീവമായ സഹോദരങ്ങളാണ്. ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു സജീവമായി സമരമുഖത്ത് ഉള്ളവരാണ്. അവരെടുത്ത് വെച്ച് ചൊറിഞ്ഞ് കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട്, ഇത് കൊട്ടാരക്കര തന്നെ നടന്ന സംഭവമാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ കണ്ണൂർ സംഭവം എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ കണ്ണൂർ മലബാറിൽ പോയപ്പോൾ അവരുടെ ദൈവമായ മുത്തപ്പൻ കെട്ടിയാടുന്നത് കണ്ടപ്പോൾ ഈ പുള്ളി വിചാരിച്ചിട്ടുണ്ടാവും, ഇതില് വെറുതെ ഒന്ന് പോയിട്ട് ഇനി വരാം. മന്ത്രിയല്ലേ ഇപ്പോൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഒരു മന്ത്രി എന്നിട്ട് ഭഗവാനെ നേദിക്കുന്നതിന് മുമ്പ് ചോറെടുത്ത് തിന്നതും പിന്നീടവിടെ ദേവപ്രശ്ന പരിഹാരം ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടതാണ്. മന്ത്രിയല്ലേ, ഒന്നും സംഭവിക്കില്ല. അവിടെ ചെല്ലുമ്പോൾ മുത്തപ്പൻ വേണമെങ്കിൽ ഇദ്ദേഹത്തെ ഒന്ന് തൊഴുവെന്നായിരിക്കും ഇദ്ദേഹം വിചാരിച്ചത്. അവിടെ ചെന്ന് നിന്നു. എത്ര മനോഹരമായിട്ടാണ് ആ മുത്തപ്പൻ ഈ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ട്രോളി വിട്ടത്. അത് ദൈവം പറയുന്നത് പോലെ കണ്ടാൽ മതി. കാരണം ഈ കണ്ണൂർ കൂടുതലും ഈ മുത്തപ്പൻ വേഷം കെട്ടുന്നവരൊക്കെ മനസ്സുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകളാണ്. യഥാർത്ഥ കമ്മ്യൂണിസം എന്താണെന്ന് പഠിക്കണമെങ്കിൽ അവിടെയൊക്കെ പോകണം. തെയ്യക്കോലം കെട്ടുന്ന കൂടുതൽ കമ്മ്യൂണിസ്റ്റുകളുണ്ട്, എന്നാൽ അവർ ദൈവങ്ങളാണ്. ഈ തെയ്യങ്ങളും മുത്തപ്പൻ കോലവും ഒക്കെ കമ്മ്യൂണിസത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണെന്ന് ഞാൻ പറയും. കാര്യം എന്താണെന്നറിയോ, പല ടൈപ്പ് ഓഫ് തെയ്യങ്ങളുണ്ട്, പല ടൈപ്പ്. എപ്പോഴും ഈ താഴ്ന്ന ജാതിക്കാർ എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന താഴ്ത്തപ്പെട്ട ജാതിക്കാരെന്ന് പറയുന്നവരാണ്
ഈ തെയ്യക്കോലങ്ങൾ കെട്ടുക. ഈ തെയ്യങ്ങളുടെ ഒരു കൺസെപ്റ്റ് തന്നെ എന്താണെന്ന് വെച്ചാൽ വർഷത്തിലൊരിക്കലെങ്കിലും അവിടുത്തെ മേലാളന്മാർ കീഴാളന്മാർക്ക് മുന്നിൽ കുമ്പിട്ട് തൊഴാൻ ഉള്ള ഒരു സാഹചര്യമാണ്. തെയ്യക്കോല വഴിച്ചു വെച്ച് പിറ്റേന്ന് പ്രമാണിയുടെ പറമ്പിൽ കൂലിവേല ചെയ്യാൻ പോകുന്ന പഴയ കാലഘട്ടം. ഇന്ന് കാലഘട്ടമൊക്കെ മാറി കേട്ടോ. അതൊക്കെ നമ്മൾ പുസ്തകങ്ങളിൽ ആത്മകഥകളിലും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ ചെന്ന് നിൽക്കുകയാണ്. രാജാവിനെ പറ്റിയാണ് പറയുന്നത്. ഏത് രാജാവ്? ഹോജ മഹാരാജാവിനെ പറ്റിയല്ല. കേരളത്തിലെ തുക്ലക് പരിഷ്കാരങ്ങൾ പോലും നടത്താത്ത, എന്നാൽ താനെന്തോ വലിയ സംഭവമാണെന്ന് സ്വയം ചിന്തിക്കുകയും രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യമില്ല ഒരാൾ പോലും ചുറ്റുമില്ലാത്തത് കൊണ്ട് മാത്രം താനെന്തോ മഹാസംഭവമാണെന്ന് പോലെ തലയിൽ കൈവച്ച് നടക്കുന്ന, സ്വന്തം സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം മുടക്കി തനിക്ക് വേണ്ടി പബ്ലിസിറ്റി ചെയ്യുന്ന ഒരു രാജാവിനെ പറ്റിയാണ് ഈ പറയപ്പെടുന്ന മുത്തപ്പൻ പറയുന്നത്. രാജാവ് നല്ലതാണെങ്കിൽ പ്രജകൾ കൂടെ നിൽക്കും, രാജാവ് മോശമാണെങ്കിൽ പ്രജകൾ പരാജയപ്പെടുത്തും. അതായത് ദൈവക്കോലത്തിന് പോലും തോന്നുന്നു, ദൈവമേ ഇതെന്താണ് എൻ്റെ കുഞ്ഞുങ്ങളോട്. കാരണം എന്താ, മുത്തപ്പന്റെ മുന്നിലേക്കല്ലേ ആളുകൾ വന്ന് പ്രയാസം പറയുന്നത്. അടുക്കളയിൽ അരിക്ക് വിലയില്ല, അരയ്ക്ക് 45-50 രൂപ കൊടുക്കണം, ജീവിക്കാൻ നിവർത്തിയില്ല, ആശാവർക്കർമാരുടെ ശമ്പളം കൂട്ടുന്നില്ല, പെൻഷൻ കൃത്യസമയത്ത് കിട്ടുന്നില്ല. ഇതൊക്കെ ദൈവങ്ങൾക്ക് മുന്നിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുകയല്ലേ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവിടെ. കെ.എൻ. ബാലഗോപാലിന് ഒന്നുമേ മിണ്ടാൻ പറ്റാതെ അളിഞ്ഞ മുഖമായിട്ട് ഞാൻ അവസാനം പറയുന്നത് പകുതിയും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. എങ്ങനെയാണ് കേൾക്കാൻ തൊലി ഉരിഞ്ഞു പോകുന്നത്. തീർച്ചയായിട്ടും ഒരു നിർത്തി അങ്ങ് അപമാനിക്കുവാന്നേ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സാഹചര്യമാണ്. സാധാരണക്കാരൻ പറഞ്ഞു മടുത്തു, വീട്ടമ്മമാർ പറഞ്ഞു മടുത്തു, സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞു മടുത്തു, എല്ലാവരും പറഞ്ഞു മടുത്തു. അവസാനം ഇപ്പോൾ ദൈവങ്ങളും പറഞ്ഞിരിക്കുന്നു, ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങളുടെ സ്ഥിതി വളരെ മോശമാണ് ഇവിടുത്തെ ഇടതുപക്ഷമേ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ചെയ്യുന്നതിൽ എല്ലാത്തിലും സത്യം വേണമെന്ന് പറയുമ്പോൾ ഈ പറയുന്ന മുത്തപ്പൻ ആ ഒരു അവസാന വാക്യം പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മൾ പോലും ചിന്തിച്ചു പോകുന്നത് ശബരിമലയെ കുറിച്ചായിരിക്കും. ചെയ്യുന്നതിലെല്ലാം സത്യം വേണമെന്ന് പറയുമ്പോൾ ദൈവത്തെ പോലും കക്കുന്ന ഒരു വിഭാഗത്തോടാണ് മുത്തപ്പൻ ഇത് പറയുന്നത്. അവരുടെ സഹി കെട്ടിട്ടായിരിക്കണം ഒരുപക്ഷെ അങ്ങനെ ഒരു കാര്യം പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത്. ഉറപ്പായിട്ട് ശബരിമലയിലിരിക്കുന്ന അയ്യപ്പൻ ചെയ്യുന്നു, മുത്തപ്പൻ പറയുന്നു. അതെ, അതിന് അങ്ങനെ കണ്ടാൽ മതി. മുത്തപ്പൻ പറഞ്ഞു, രാജാവിന്റെ കൊള്ളരായ്മയെ പറ്റി മുത്തപ്പൻ പറഞ്ഞു. ശബരിമല അയ്യപ്പൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ദൈവങ്ങൾക്ക് പോലും നിവൃത്തിയില്ലാത്ത നാടായി മാറിയിരിക്കുന്നു കേരളം എന്നുള്ളതാണ്. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ജീവിച്ചു പോകാൻ പറ്റും. അത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അത് ഇയാളുണ്ടാക്കിയതല്ലല്ലോ. പതിറ്റാണ്ടുകളായി ഇവിടെ മാറിയും തിരിഞ്ഞും വന്ന സർക്കാരുകൾ ഉണ്ടാക്കി വെച്ചതാണ്. ഒരു പ്രബുദ്ധമായ ജനത ഇവിടെ തിങ്ങിപ്പാർക്കുന്നുണ്ട്, പ്രബുദ്ധമായ ജനത എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ സാഹചര്യങ്ങൾ വളരെ രൂക്ഷമാണ്. ജനം അത്രത്തോളം മടുത്തിരിക്കുന്നു. ജനങ്ങളുടെ മനസ്സിലാക്കിയ ഒരു മുത്തപ്പ ദൈവക്കോലം അത് KNBയോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കെ.എൻ. ബാലഗോപാലിന് ചങ്കിടിക്കുന്നുണ്ട്. അദ്ദേഹം ചിലപ്പോൾ മത്സരിക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.